വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആംഗ്ലേയ സാഹിത്യകാരനായ തോമസ് ഹാദിയുടെ ഒരു കവിതയാണ് ആർ യു ഡിഗിങ് മൈ ഗ്രേവ്? നീ എൻ്റെ കുഴിമാടം മാന്തുകയാണോ? ജീവിതത്തിന്റെ വസന്തത്തിലേക്ക് കാലുത്തിയപ്പോൾ തന്നെ മരണമടഞ്ഞ ഒരു യുവതിയാണ് കഥയിലെ അല്ലെങ്കിൽ കവിതയിലെ നായിക. അവൾ തൻ്റെ കുഴിമാടത്തിൽ ശയിക്കുമ്പോൾ മുകളിൽ ആരോ മണ്ണു മാന്തുന്ന ശബ്ദം. ഓ, അത് എൻ്റെ കാമുകനായിരിക്കണം, അവൾ ആത്മകഥം ചെയ്തു. മധുരിക്കുന്ന പഴയകാലം അയവിറക്കി ശയിക്കുമ്പോൾ പെട്ടെന്ന് അവൾ യാഥാർത്ഥ്യം ഓർമ്മിച്ചു. അല്ല, അയാൾ പണ്ടേ എന്നെ മറക്കുകയും വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഒരുപക്ഷെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അവൾ വീണ്ടും കണക്ക് കൂട്ടി. പക്ഷേ അവരാകാൻ സാധ്യതയില്ല. മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ മാത്രം അവർ പ്രായോഗിക ബുദ്ധിയില്ലാത്തവരല്ലല്ലോ. മണ്ണുമാന്തിയത് ഒരുപക്ഷെ തന്റെ ശത്രുക്കളാരെങ്കിലും ആയിരിക്കുമോ? അവൾ ശങ്കിച്ചു. എങ്കിലും പെട്ടെന്ന് അവൾക്ക് തോന്നി, ഓ, എന്റെ ശത്രുക്കൾ എന്നെ ഇനി വെറുക്കാനിടയില്ല. ഞാൻ എത്ര പണ്ടേ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ പിന്നെ ആരായിരിക്കും? അവൾ അന്വേഷണം തുടർന്നു. ആ, ഞാൻ ഓമനിച്ച് വളർത്തിയ നായ്ക്കുട്ടി തന്നെ. അവൾക്ക് തീർച്ചയായി. താൻ വളർത്തിയ നായ്ക്കുട്ടിയെക്കുറിച്ചുള്ള സ്മരണയിൽ അവൾ ഉൾപ്പുളകം കൊണ്ടു. മരിച്ചിട്ടും തന്നെ തേടി തന്റെ ഓമനക്കുട്ടൻ വന്നിരിക്കുന്നു. എന്ത് സ്നേഹം, എന്തൊരു വിശ്വസ്തത! മനുഷ്യർ തന്നെ വിസ്മരിച്ചാലും തന്റെ നായ്ക്കുട്ടി തന്നെ തേടി വന്നല്ലോ. അവൾ നിർവൃതി പൂണ്ടു. അതെ, അവളുടെ ശവകുടീരത്തിലെ മണ്ണു മാന്തിയത് അവളുടെ നായ്ക്കുട്ടിയായിരുന്നു. എങ്കിലും അവൾക്ക് തെറ്റിപ്പോയി. അവൻ വന്നത് എന്തിനായിരുന്നു? നായ്ക്കുട്ടി തന്നെ പറയുന്നത് കേൾക്കൂ. യജമാനത്തി, ഒരു എല്ലിൻ കഷ്ണം കുഴിച്ചിടാനാണ് ഞാനിവിടെ മണ്ണ് മാന്തിയത്. ഇനിയും ഞാനിതിലെ കടന്നു പോകുമ്പോൾ വിശക്കാനിടയുണ്ടായാൽ അതിനൊരു മുൻകരുതൽ വേണമല്ലോ. ക്ഷമിക്കണം, യജമാനത്തിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണിതെന്ന് ഓർമ്മിക്കാതെയാണ് ഞാനിവിടെ മണ്ണ് മാന്തിയത്. ആരോരും ഓർമ്മിക്കാനും അന്വേഷിച്ചു വരാനുമില്ലാത്ത യുവതി. അവളുടെ നായ്ക്കുട്ടി വന്നതുപോലും അവളെ ഓർമ്മിച്ചതുകൊണ്ടായിരുന്നില്ല. അവളുടെ ദുഃഖം ചിലപ്പോൾ നാം തന്നെ അനുഭവിക്കാറുള്ളതല്ലേ? ആരാലും സ്നേഹിക്കപ്പെടാത്ത അവസ്ഥ, നമ്മെ ആർക്കും വേണ്ടെന്ന് തോന്നുന്ന സ്ഥിതിവിശേഷം. നമ്മുടെ കാര്യത്തിൽ ആരും താല്പര്യമുള്ളവരും ശ്രദ്ധയുള്ളവരുമല്ലെന്ന് വരുമ്പോൾ ഹൃദയം തകർന്നു പോകുക സ്വാഭാവികം മാത്രം. ജീവിതം നമ്മെ കശക്കിയെറിയുമ്പോൾ താങ്ങിപ്പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ആശിച്ചു പോകും. ദൈവം നമ്മുടെ ദുഃഖം കാണുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ദീനസ്വരം ശ്രവിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ കണ്ണീർ തുടച്ചു മാറ്റാൻ എത്തുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് ആണ്ടുവട്ടത്തിലെ 14-ാം വാരം ശനിയായ ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യുവാനുള്ള സുവിശേഷ ഭാഗം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവ ഒന്നുപോലും നിലം പതിക്കുന്നില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കാര്യത്തിൽ താല്പര്യമുള്ളവനാണ്, ശ്രദ്ധയുള്ളവനാണ്, ഉത്സുകനാണ്. എന്നാൽ നാം അവിടുത്തെ സഹായം സ്വീകരിക്കുവാൻ തയ്യാറാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതുപോലെ നാമും മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യമുള്ളവരും ശ്രദ്ധയുള്ളവരുമാണോ? നമ്മിലൂടെയാണ് ദൈവത്തിന്റെ താല്പര്യവും ശ്രദ്ധയും മറ്റുള്ളവരിലേക്ക് അനുഭവപ്പെടേണ്ടത്. മറ്റുള്ളവരുടെ നല്ല പ്രവൃത്തികളിലൂടെയാണല്ലോ പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹവും താല്പര്യവും നമുക്കും അനുഭവമധ്യമാകുന്നതും. പ്രിയമുള്ളവരെ, ഈ സത്യം നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.